ഹായ് ഹലോ കൂട്ടുകാരെ, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സിമ്പിളായിട്ടൊരു കുട്ടി ഫ്രോക്ക് തയ്ക്കാൻ പഠിച്ചാലോ? വളരെ എളുപ്പമാണ്. ഈ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക, അതുപോലെ ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി. ഞാൻ നേരത്തെ എന്തോ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് ഇരുന്ന ഒരു പീസായിരുന്നിത്. ഇതൊരു 2 മീറ്ററിൻ്റെ അടുത്തോളം വരുന്നുണ്ടായിരുന്നു. നമുക്ക് നോർമലായിട്ടൊരു കുട്ടി ഫ്രോക്ക് തയ്ക്കാൻ ഇത് ധാരാളമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ചെയ്തത് കൊണ്ട് ഈ തുണിയാണെങ്കിൽ എനിക്ക് അയൺ ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ ടൈമിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അയൺ ചെയ്തില്ല. നമ്മൾ മസ്റ്റായിട്ട് മിസ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷവും അയൺ ചെയ്യുക എന്ന് പറയുന്നത്. അത് മസ്റ്റാണ്, ആരും അത് മിസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിടണം. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കണം. കാരണം തുണി അയൺ ചെയ്യാത്തത് കൊണ്ടും അയൺ ചെയ്തിട്ടാണെങ്കിലും ഒരു ലൈൻ കൊടുക്കണം. കാരണം തുണിയൊക്കെ അവിടെ ഇവിടെയായിട്ട് കയറി ഇറങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. അതിനുശേഷം ഞാൻ ഷോൾഡർ 5 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ആം ഹോളും 5 ഇഞ്ച് തന്നെയാണ് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നു. അടുത്തത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യേണ്ടത്. 4/1 പറയുന്നത് 8 ഇഞ്ചാണ്. പ്ലസ് 9, അതായത് 1 ഇഞ്ച് തയ്യൽ തുമ്പും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യേണ്ടത് യോക്ക് ലെങ്ത് ആണ്. യോക്ക് ലെങ്ത് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. എനിക്ക് 8.5 യോക്ക് ലെങ്ത് വേണ്ടത്, അതുകൊണ്ട് പ്ലസ് ഒന്നുകൂടെ കൂട്ടി ഞാൻ 9.5 മാർക്ക് ചെയ്തത്. 2 സൈഡും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞ് യോക്ക് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. 7 ഇഞ്ചാണ് എനിക്ക് യോക്ക് റൗണ്ട് വരുന്നത്. 4/1 അതിൻ്റെ കൂടെ 1 ഇഞ്ചും തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം തയ്യൽ തുമ്പും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ആം റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് റൗണ്ടിന് തയ്യൽ തുമ്പിന് മുമ്പായിട്ടുള്ള ലൈന് എത്രയുണ്ട് നീളം നോക്കുമ്പോൾ 2 ഇഞ്ചുണ്ട്. അതിൻ്റെ ഹാഫ് എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി വിട്ടതിന് ശേഷം അതിൻ്റെ ഹാഫ് എടുത്ത് അവിടെയും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അത് തയ്യൽ തുമ്പിന് മുമ്പായിട്ട് കർവ് ചെയ്ത് വരയ്ക്കുന്നു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വരച്ച അതേ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. തുണി അയൺ ചെയ്യാത്തതുകൊണ്ടാണ് സൈഡെല്ലാം ചുരുണ്ടിരിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ടും അയൺ ചെയ്തിട്ട് വേണം തുണി കട്ട് ചെയ്യാൻ. അപ്പം ആ തുണി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ല. ഞാൻ 2.5 ഇഞ്ച് വിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ലെങ്ത് 4ഉം ബാക്കിൽ 3ഉമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഞാൻ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ആദ്യം നമ്മൾ ഇതുപോലെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബാക്ക് പാർട്ട് വേണം ആദ്യം കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ മിക്കപ്പോഴും അബദ്ധം പറ്റാറുണ്ട്, ഫ്രണ്ടും കൂടെ വെട്ടിപ്പോകും. അപ്പം ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇരിക്കും. പല ബുദ്ധിമുട്ടുകളും അത് കാരണം വരാറുണ്ട്. അപ്പോൾ ആദ്യം ബാക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിൽ ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. അത് ചെറിയൊരു പീസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനത് വീഡിയോ കാണിക്കുന്നതാണ്. ഇനി സ്കേർട്ട് ഭാഗത്തേക്കുള്ള തുണി, ബാലൻസ് വരുന്ന കംപ്ലീറ്റ് തുണി ഞാൻ സ്കേർട്ട് ഭാഗത്തേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ പ്ലീറ്റ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അത് കാരണം
നമുക്ക് അതിന് കിട്ടാവുന്ന മാക്സിമം ഞാൻ എടുക്കുന്നുണ്ട്. കാരണം ബാലൻസ് തുണി ഇനി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ആ ഫ്രോക്കിന് വേണ്ടി അത് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഞാൻ ആദ്യം കിട്ടും എന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. തുണി നല്ലപോലെ ഉള്ളത് കൊണ്ട് ഞാനത് കറക്റ്റ് എടുത്തിട്ടുണ്ട്. അത് ബാലൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 18 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തേക്കുന്ന ലെങ്ത്. സ്കേർട്ട് ഭാഗം മാത്രം. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത പീസാണിത്. ഫ്രണ്ടിലും ബാക്കിലേക്കും ഉണ്ട്, 2 പീസുണ്ട്. അത് പ്ലീറ്റ് ഇട്ടാണ് എടുക്കേണ്ടത്. ഞാനത് പ്ലീറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിഫൊന്നും വെക്കുന്നില്ല. അത് കാരണം ഞാൻ ക്രോസ് പീസാണ് നോർമലായിട്ട് ഒരു സിമ്പിൾ കാഷ്വലായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ക്രോസ് പീസ് വെച്ചടിക്കാമെന്നാണ് വിചാരിച്ചത്. 1 ഇഞ്ച് വീതി വരുന്ന വീതിയിലാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തേക്കുന്നത്. നെക്കിന് മാത്രം ആയതുകൊണ്ട് ഈ 2 പീസ് മതിയായിരിക്കും. നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഒരേ ലെവലിലായിരിക്കണം അത് കട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ മിക്കപ്പോഴും ഒരു സൈഡ് കൂടിയും ഒരു സൈഡ് കുറഞ്ഞിരിക്കും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുമ്പം അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അതിനൊരു ഫിനിഷിങ് കാണില്ല. അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിന് ശേഷം ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലീറ്റ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം 4 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അത് 2ആയിട്ട് മടക്കിയിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതിനുവേണ്ടി അതിനാവശ്യമായിട്ടുള്ള ലെങ്തിൽ എടുത്തിട്ടുണ്ട്. 4 ഇഞ്ചാണ് ഇതിന് വീതി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത്, നമ്മൾ ബാക്ക് പാർട്ടിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം കട്ടിങ് കൊടുക്കാൻ. അപ്പോൾ ആ കട്ടിങ്ങിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതൽ സൈഡിലോട്ടും താഴോട്ടും ലെങ്ത് ഉണ്ടായിരിക്കണം ആ ചെറിയ പീസ് തുണിക്ക്. കാരണം നമ്മളത് കവർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു കട്ടിങ് അറിയാത്ത വിധം നമ്മൾ അടിച്ച് തിരിച്ചിടത്തില്ല. അതിന് വേണ്ടിയിട്ടാണിത്. ഫേസിങ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിത്. നല്ല വശത്ത് അടിച്ചിട്ട് അകത്ത് ചീത്ത വശത്തോട്ട് ഇത് നമ്മൾ തിരിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ സ്ക്വയർ പോലെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വി പോലെ ചെയ്യാം. ഞാനിവിടെ വി പോലാണ് ചെയ്തിരിക്കുന്നത്. സ്ക്വയറാണ് ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു ഫിനിഷിങ് വരുന്നത് ഒന്നുകൂടെ സ്ക്വയറായിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി നമ്മളത് അരികു ചേർന്ന് അതിൽ കട്ട് ചെയ്യണം. എന്നിട്ടത് ആ ചെറിയ ക്ലോത്തിൻ്റെ പീസ് അകത്തോട്ട് വെച്ചിട്ട് അത് പതിച്ച് അടിക്കണം. എന്നിട്ട് ആ ചെറിയ പീസിൻ്റെ സൈഡെല്ലാം അടിക്കുന്നത് ഒന്നുകൂടെ വൃത്തിയായിരിക്കും. കാരണം ആ ഒരു ഫിനിഷിങ്, ഡ്രസ്സിൻ്റെ ഫിനിഷിങ് എന്ന് പറയുമ്പം എല്ലായിടവും ഒരേപോലെ വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ അതിനെല്ലാം തയ്യൽ തുമ്പെല്ലാം പറയുന്നത് കവർ ചെയ്ത് തന്നെ നിൽക്കണം. പുറത്തോട്ടൊന്നും തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പിന്നെ സൈഡെല്ലാം ഒന്ന് അടിക്കണം. അപ്പോൾ ഇതാണ് ബാക്ക് പാർട്ട് എന്ന് പറയുന്നത്. ഇനി നൂലൊക്കെ തള്ളി നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് അന്നേരം കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ നമുക്കൊരു ഭംഗി കാണില്ല. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടൂടെ വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതുപോലെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് പീസാണ്. അതിൽ നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോസ് പീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ വെച്ചിട്ട് നമ്മൾ
സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് നീളത്തിൽ നമുക്ക് ഈ തുണി കിട്ടും. എന്നിട്ട് ഈ നെക്കിന് ചുറ്റും ഇത് അടിച്ചെടുക്കുക. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അടിക്കുന്നത് കാണിച്ചിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനത് നെക്ക് അടിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് സ്ലീവിന് വേണ്ടിയിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. രണ്ടായിട്ട് തുണി മടക്കിയിട്ട് ആ ലെങ്ത് അനുസരിച്ച് നമ്മൾ ആ പ്ലീറ്റ് ഇട്ടെടുക്കുവാണ്. അപ്പം ഞാൻ ഒരു സൈഡ് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി വീണ്ടും പതിച്ചടിക്കണം. അപ്പോൾ ആ ഒരു ഒരു ഫിനിഷിങ്ങോടെ പുറത്തോട്ട് ഇങ്ങനെ തള്ളാതെ ഇതല്ലെങ്കിൽ പൊങ്ങി നിൽക്കും. കാരണം ഇത് ചെറിയൊരു പ്ലീറ്റ് പോലെ ആയതുകൊണ്ട് പൊങ്ങി നിൽക്കും. അതിനുശേഷം ഞാൻ സ്കേർട്ട് ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പോലാണ് ഇട്ടിരിക്കുന്നത്. ഒരേ സൈഡിലോട്ട് ഇടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ബോക്സ് പ്ലീറ്റ് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ഒരു മെത്തേഡല്ല ഞാൻ യൂസ് ചെയ്തത്. കണ്ടാൽ ബോക്സ് പ്ലീറ്റ് പോലെ തോന്നുമെങ്കിലും ബോക്സ് പ്ലീറ്റ് പോലെയാണ് ലുക്കിങ്ങിൽ കാണാൻ, ബോക്സ് പ്ലീറ്റ് ആണ്. പക്ഷെ ഞാൻ അതിൻ്റേതായ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതാണ് ചെയ്തിരിക്കുന്നത്. പ്ലീറ്റിൻ്റെ കണക്കും കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ആർക്കെങ്കിലും അറിയണമെങ്കിലും അതറിയാത്തവർക്ക് വേണ്ടി ഇതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ യോക്ക് തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഏറ്റവും താഴെ തുണിയുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ഏറ്റവും താഴെ മടക്കി അടിക്കണം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാൻ പറഞ്ഞതിനുള്ള കോക്കാമ്പീച്ചകളാണ് ഇതെല്ലാം കാണുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്നും എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ നേരം ഭയങ്കര നാണമാണ്. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഒന്ന് കറങ്ങാൻ പറഞ്ഞതിന് കറങ്ങിയ കോലമാണ് ഇപ്പോൾ കണ്ടത്. ആർക്കാണ്ടോ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.